വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂടിപ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂടിപ്സ് 2.0യിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ക്ലാസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. പ്രത്യേകിച്ച് 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടായിട്ട് സിലബസിൽ തന്നിട്ടുള്ളതാണ് ഇത് മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കുമ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും പഠിക്കണം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും പഠിക്കണം. അപ്പോൾ സാധാരണ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് ചോദിക്കുന്ന പാറ്റേണിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ ബുക്കാണ്, ലെച്ചൂസ് എഡ്യൂടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ബുക്കാണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയ ബുക്കാണെങ്കിൽ പോലും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഈ ബുക്കിൽ കിട്ടിയിരിക്കുന്നത്. ബുക്ക് ഓരോരുത്തർക്കായിട്ട് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബുക്ക് കിട്ടിയവരൊക്കെ എനിക്ക് ഫോണിൽ കമൻറ്റ് ഇടാറുണ്ട്, മിസ്സേ ബുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അവർ കാണുമ്പോൾ സന്തോഷം തോന്നും. ആ ബുക്ക് അവർ റാപ്പ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ തൊട്ടിട്ട് വരുന്ന കുട്ടികളുണ്ട്, കാണുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ബുക്ക് കിട്ടിയിട്ട് അവരുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ബുക്കാണ്, ഇഷ്ടപ്പെട്ടു, കണ്ടന്റ് റിച്ച് ആണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. എക്സ്പ്ലനേഷൻ ഉള്ളതൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു സ്വയം പൊങ്ങിയല്ല, നിങ്ങൾക്കറിയാമല്ലോ, എങ്കിലും ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ബുക്ക് വേണ്ടവർ 8086137962 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ ബുക്കൊക്കെ അയച്ച സമയത്ത് പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രിൻറ്റഡ് ബുക്ക് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് 14 രൂപയും കൂടി എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും ഈ ബുക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം ആ പ്രിൻറ്റഡ് ബുക്ക് സർവീസ് എന്ന് പറഞ്ഞൊരു കാര്യം മിനിയാന്ന് മുതലാണെന്ന് തോന്നുന്നു പോസ്റ്റ് ഓഫീസിൽ അതങ്ങ് നിർത്തലാക്കി. പുതിയ സർക്കുലർ വന്ന് നിർത്തലാക്കി. ഇപ്പോൾ ഇതാ നമ്മൾ പാഴ്സൽ സർവീസിലൂടെ എൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ 14 രൂപയും കൂടി എടുത്താണ് ഞാൻ ഓരോരുത്തർക്കും ഈ ബുക്ക് ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ആദ്യം നമ്മൾ ഡെലിവറി ചാർജ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് 30 രൂപ പറഞ്ഞത് മാറ്റണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഡിസംബർ 31 വരെ ഞാൻ ഡെലിവറി ചാർജ് 30 തന്നെയായിരിക്കും വാങ്ങുന്നത്. സോ അതുകൊണ്ട് ബുക്ക് വേണ്ടവർ 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഡിസംബർ 31-നകം ബുക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ 10th ലെവൽ +2 ലെവൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷനുകൾക്ക് ഉതകുന്ന ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഫ്രീ ക്ലാസ്സുകളും ബുക്കിൻ്റെ ഫ്രീ ക്ലാസ്സുകളും കൊടുക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഉണ്ടാവുന്നതല്ല കേട്ടോ. ജനുവരി തൊട്ട് അത് അവൈലബിൾ ആയിരിക്കില്ല ആ ഒരു ഓഫർ. ഇതൊരു വമ്പൻ ഓഫറാണ്. ആവശ്യക്കാർക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ വെറുതെ സമയം നഷ്ടപ്പെടുത്താതെ മേടിക്കുമായിരിക്കും ബുദ്ധി. കാരണം നിങ്ങൾ സ്ഥിരം PSC എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ഇംഗ്ലീഷ് ഉണ്ട്, ബെവ്കോ LDC ഇംഗ്ലീഷ് ഉണ്ട്, അപ്പം VFA അല്ലേ ഇംഗ്ലീഷ് ഉണ്ട്. ഇപ്പം എല്ലാ എക്സാമിനേഷനും ഒട്ടുമിക്ക എക്സാമിനേഷനും നമുക്ക് ഇംഗ്ലീഷ് ഉള്ളതാണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്ക് വാങ്ങുക. അതോടൊപ്പമുള്ള ഫ്രീ ക്ലാസ്സുകളും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഫ്രീ ക്ലാസ് കിട്ടണമെങ്കിൽ ഡിസംബർ 31-അകം ബുക്ക് വാങ്ങുന്നവർക്കേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് ഇപ്പം ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അയക്കാൻ പാകത്തിന്. കണ്ടോ, ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ബാർകോഡ് ഉണ്ട്, അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നാളത്തെ മെയിലിൽ കയറ്റി വിടുന്നതാണ്. ഇത് രശ്മി S-ൻ്റെ ബുക്കാണ് കേട്ടോ. നേമത്തുള്ള രശ്മിയാണ്, തിരുവനന്തപുരം. ഫുൾ അഡ്രസ്സ് ഞാൻ വായിക്കുന്നില്ല. അപ്പം ഇത് രശ്മിയുടെ ബുക്കാണ്. ഓക്കെ, അപ്പം ബുക്ക് വേണ്ടവർ 8086137962 എന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. ബുക്ക് എൻക്വയറി എന്നും പറഞ്ഞ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തന്നോളാം. ഓക്കെ, ഒരുപക്ഷെ നൈറ്റ് നിങ്ങൾ ഒരു 9 മണിക്ക് ശേഷമൊക്കെ മെസ്സേജ് അയച്ചാൽ അപ്പം റിപ്ലൈ കിട്ടില്ല, പിറ്റേ ദിവസം ആവും കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിലേക്ക് പോകാം. മക്കളെ, ഞാൻ പറയുന്ന ഓരോ സെൻറ്റൻസും ശ്രദ്ധിച്ചിരിക്കണം. പ്രസ്താവന ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെങ്കിൽ എൻ്റെ ഈ ലെക്ചറ് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ. കേട്ടാൽ പോരാ, ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ ഓർഡിനൻസ് പ്രകാരം 1993 ഒക്ടോബർ 12 നിലവിൽ വന്ന നിയമപരമായ ഒരു സ്ഥാപനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. കിട്ടിയോ? അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം വിത്ത് ഡേറ്റ് PSC ചോദിച്ചിട്ടുണ്ട്. വിത്ത് ഡേറ്റ് ആയിട്ടും വിത്തൗട്ട് ഡേറ്റ് ആയിട്ടും പല എക്സാമിനേഷനും PSC ഇത് ചോദിച്ചിട്ടുണ്ട്. സോ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. രാഷ്ട്രീയ മാനവാധികാരി ആയോഗ് എന്നാണ് ഇത് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ. രാഷ്ട്രീയ മാനവാധികാരി ആയോഗ് എന്നാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഹിന്ദിയിൽ പറയുക എന്ന് അറിഞ്ഞു വെക്കുക.
അപ്പോൾ ഓർക്കുക, 1993 സെപ്റ്റംബർ 28 എന്ത് മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് വരുന്നത്. അപ്പോൾ ആ മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം 1993 ഒക്ടോബർ 12 നിലവിൽ വന്ന നിയമപരമായ ഒരു സ്ഥാപനമാണ് ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പം മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിനും മനുഷ്യാവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ ഉത്തരവാദിയായിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പം നമ്മുടെ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഉടമ്പടികളിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ അന്തസ്സ് എന്നിവയെല്ലാം എന്താ പറയുക ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് ഉൾപ്പെടുത്തി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ഒരു വ്യക്തിയുടെ സമത്വം, അല്ലെങ്കിൽ വ്യക്തിയുടെ അന്തസ്സ് അല്ലെ എന്നിവയെല്ലാം നമുക്ക് ഈ ഒരു നിർവചനത്തിന് കീഴിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഇപ്രകാരമായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം, ഡേറ്റ് കൂടെ ചോദിക്കാം, ഡേറ്റ് ഇല്ലാതെയും ചോദിക്കാം, പഠിച്ചു വയ്ക്കുക. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് എന്നാന്ന് ചോദിച്ചാൽ അതെന്നാണ് 1993 സെപ്റ്റംബർ 28. ഈ 2 ഡേറ്റും പഠിച്ചു വെക്കണം, മറക്കരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മാനവ അധികാർ ഭവൻ, ന്യൂഡൽഹിയാണ്. പലരും പലപ്പോഴും ഡൗട്ട് ചോദിക്കാറുണ്ട്, പട്ടേൽ ഭവനാണോ അതോ ഇതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം നിലവിൽ ഏതാണ്? മാനവാധികാർ ഭവനാണ്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം PSC ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക്. മാനവ് അധികാർ ഭവൻ എവിടെയാത്? ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹിയിൽ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത് തന്നെ ഏത് പേരിലാണ്? അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ അറിയപ്പെടുന്ന പേരെന്താണ്? മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ. ഓക്കെ, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന നിയമപരമായ സ്ഥാപനമാണ് ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു മുദ്രാവാക്യമുണ്ട്. അതിന്റെ മുദ്രാവാക്യമാണ് സർവേ ഭവന്തു സുഖിന. സർവേ ഭവന്തു സുഖിന എന്നുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും സുഖമായിരിക്കട്ടെ, അല്ലെങ്കിൽ സർവേ ഭവന്തു സുഖിന എന്നുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുദ്രാവാക്യം. ഇനി നമുക്കിവിടെ പ്രധാനമായും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പാർട്ടുണ്ട്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരുണ്ട്? ഒരു ചെയർമാൻ ഉണ്ട്, പിന്നെ മറ്റംഗങ്ങളുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനിടയിൽ നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ, ഇന്നലത്തെയാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ കുറച്ച് വാർത്തകളൊക്കെ കേട്ടില്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പുതിയ അംഗമായിട്ട് നിയമിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളും അതുമൊക്കെ നമ്മൾ കേട്ടു. അതവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ നിലവിലുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനൊക്കെ മാറാനും മതി. അതവിടെ നിൽക്കട്ടെ, ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇപ്പം മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുദ്രാവാക്യം സർവേ ഭവന്തു സുഖിന, എല്ലാവരും സുഖമായിരിക്കട്ടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക എത്ര അംഗങ്ങളുണ്ടെന്നല്ലേ. ആദ്യം നമുക്ക് പെർമനന്റ് സ്ഥിരാംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, മറ്റ് 5 അംഗങ്ങളുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 6 മെമ്പേഴ്സ് പറയാം. അപ്പം ഒരു ചെയർപേഴ്സണും മറ്റ് 5 അംഗങ്ങളും അടങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു പെർമനന്റ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ സ്ഥിരം സമിതി, അല്ലെങ്കിൽ സ്ഥിരം അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ചെയർപേഴ്സൺ ആയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒന്നുകിൽ മുൻ ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി, എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസോ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജോ ആയിട്ട് പദവി വഹിച്ച ഒരാളായിരിക്കണം എന്തെന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നുള്ളത്. ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. കാരണം PSC ഇതിനകത്ത് നമ്മളോട് ചോദിക്കാം, പ്രസ്താവനയായിട്ട് ചോദിക്കാം, അല്ലാതെയൊക്കെ ചോദിക്കാം. അപ്പം ഇത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരായിരിക്കണം? ഒന്നുകിൽ എന്താണ് എക്സ് ചീഫ് ജസ്റ്റിസോ സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് പദവി വഹിച്ച വ്യക്തിയാകാം എന്തെന്ന് പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ.
ഇവരെ കൂടാതെ മറ്റ് 5 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരംഗം ആരായിരിക്കണം? സുപ്രീം കോടതി ജഡ്ജ് പദവി വഹിക്കുന്നതോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് പദവി വഹിച്ചിരുന്നതോ ആയ ആളായിരിക്കണം ഒരംഗം. രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് ചീഫ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് അല്ലേ. അപ്പം ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജ് പദവി വഹിക്കുന്നതോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജ് പദവി വഹിച്ചിരുന്നതോ ആയ വ്യക്തിയായിരിക്കാം രണ്ടാമത്തെ അംഗം. പിന്നെയുള്ള 3 അംഗങ്ങളാണ്. ആ 3 അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക പരിജ്ഞാനമുള്ളവരായിരിക്കണം. അതിൽ ഒരംഗം വനിതയായിരിക്കണം എന്നും ഇവിടെ നിഷ്കർഷിക്കുന്നുണ്ട്. പിടികിട്ടിയോ? അപ്പം മൊത്തം നമ്മൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് പറയാം. ചെയർപേഴ്സൺ ആരായിരിക്കണം? ഒന്നുകിൽ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആവാം, അല്ലെങ്കിൽ ജഡ്ജ് പദവി വഹിച്ച വ്യക്തിയായിരിക്കാം. ഇനി മറ്റ് 5 അംഗങ്ങളിൽ ഒരാളെന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജ് പദവി വഹിക്കുന്നതോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് പദവി വഹിച്ചിരുന്നതോ ആയ വ്യക്തിയാവാം. രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജ് പദവി വഹിക്കുന്നതോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജ് പദവി വഹിച്ചിരുന്നതോ ആയ വ്യക്തിയാവാം. ബാക്കി 3 പേരും എന്താണ്? മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക പരിജ്ഞാനമുള്ളവരായിരിക്കണം. അതിലൊരു അംഗം വനിതയായിരിക്കണം. ഈ 3-ൽ ഒരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം. ഇതാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവരെ കൂടാതെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്, അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. അതും കൂടി നോക്കണം, പഠിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ നമുക്ക് നോക്കാം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? നാഷണൽ ST കമ്മീഷന്റെ ചെയർപേഴ്സൺ, നാഷണൽ SC കമ്മീഷന്റെ ചെയർപേഴ്സൺ, നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷന്റെ ചെയർപേഴ്സൺ, നാഷണൽ വിമൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ, നാഷണൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ, നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ഡിസബിലിറ്റി കമ്മീഷന്റെ ഹൈ കമ്മീഷണർ എന്നിവരടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. പഠിക്കാൻ എളുപ്പമാണ്. അതായത് പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ ഒരാളാണ്. പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ ഉൾപ്പെടുന്നു. ബാക്ക്വേർഡ് കമ്മീഷൻ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇതിനകത്ത് എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. മൈനോറിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇതിന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ ഒരാളാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷനിൽ ബാലാവകാശ കമ്മീഷൻ, അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ഇതിന്റെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇതിലെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. ദെൻ അതുപോലെ നമ്മുടെ ഡിസബിലിറ്റി നമ്മളതിനെന്താ പറയുന്നത് ഭിന്നശേഷി കമ്മീഷന്റെ ഹൈ കമ്മീഷണർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ ഒരാളാണ് കേട്ടോ. അപ്പൊ ഇത്രയും പേരടങ്ങുന്നതാണ് എന്താ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഇത് പ്രസ്താവനയൊക്കെ ആയിട്ട് PSCക്ക് ചോദിക്കാവുന്ന നല്ലൊരു ഏരിയ ആണ്. മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. ഇത് 7 പേരുണ്ടെന്ന് ഇങ്ങനെ ഓർത്താൽ മതി. ഇത് നോക്കൂ, ST കമ്മീഷൻ, SC കമ്മീഷൻ, ബാക്ക്വേർഡ് കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ, വിമൻ കമ്മീഷൻ ആൻഡ് ഡിസബിൾ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയുണ്ട്? 7 കമ്മീഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ചെയർപേഴ്സൺ ആണ് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ വരുന്നതെന്ന് പഠിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അതായത് അംഗങ്ങൾക്ക് ആദ്യം 70 വയസ്സ് തികയുവാണ് എങ്കിൽ അതുവരെയുള്ളൂ, അല്ലെങ്കിൽ അവർ 3 വർഷം തികയ്ക്കുന്നത് വരെ. അതാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാരാ? രാഷ്ട്രപതിയാണ് അല്ലേ. രാഷ്ട്രപതിക്ക് സ്വയമേ അങ്ങ് നിയമിക്കാൻ പറ്റില്ല. ഒരു 6 അംഗ സമിതിയുടെ റെക്കമെൻഡേഷൻ, 6 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീണ്ടും പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഈ 6 അംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പഠിക്കണം. 1 പ്രധാനമന്ത്രി, 2 ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ, പിന്നെ ലോക്സഭാ സ്പീക്കർ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരടങ്ങുന്ന 6 അംഗ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡന്റ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഈ കമ്മിറ്റി പഠിച്ചു വെച്ചേക്കണം. പ്രധാനമന്ത്രി അതിൻ്റെ ചെയർപേഴ്സൺ ആണ് ആ കമ്മിറ്റിയുടേത്. പിന്നെ ലോക്സഭാ സ്പീക്കർ അതിലെ മെമ്പറാണ്.
ഓപ്പോസിഷൻ പാർട്ടി ലീഡർ ഓഫ് ലോക്സഭ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ, അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ അംഗങ്ങളായിട്ടുള്ള ഒരു 6 കമ്മിറ്റിയുണ്ട്. ആ 6 കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ പ്രസിഡന്റ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ പഠിച്ചു വെക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര, അല്ലെ? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. ഇപ്പൊ ആക്ടിംഗ് ചെയർപേഴ്സൺ ഇപ്പോൾ ഉള്ളത് വിജയഭാരതി സയാനിയാണ് കേട്ടോ, വിജയഭാരതി സയാനി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് KM ജോസഫിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആക്കണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ ഇടയിൽ ഒരു സംസാരമൊക്കെ ഉണ്ട്. ഫൈനൽ ആയിട്ടില്ല. അതുകൊണ്ട് മിക്കവാറും ഈ തൊട്ടടുത്ത് തന്നെ അതായത് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആരെങ്കിലും ഒക്കെ ആയേക്കുമായിരിക്കും, അപ്പോയിന്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം തിരുത്തി പഠിക്കേണ്ടതായിട്ട് വരും. നിലവിലുള്ളത് ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? വിജയഭാരതി സയാനിയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ക്ലാസ് നമ്മൾ നാളെ ഏതെങ്കിലും വൈകുന്നേരത്തിന് മുൻപായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടി കണ്ടു പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്